യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് അമ്മ ത്രേസ്യയെ കുറിച്ചാണ് നമ്മളിന്ന് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയെ കുറിച്ച് സഭയിൽ ഇത്രയേറെ കാര്യങ്ങൾ പുസ്തകങ്ങളൊക്കെ രചിക്കുകയും ചെയ്ത അമ്മ ത്രേസ്യയുടെ മാതൃക പ്രാർത്ഥനയിൽ ഈ ഒരു ആന്തരികമായൊരു ജീവിതം ഈ ലോകത്തിലെ ഭൗതികമായ ലൗകികത നിറഞ്ഞ ഈ ലോകത്തിൽ അപ്പുറത്ത് ആത്മീയമായൊരു ജീവിതമുണ്ടെന്നും നമുക്കോരോരുത്തർക്കും ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവിൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് വസിക്കുന്നതെന്നും ആ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ള ദൈവവുമായി സംഭാഷണം പറയാനും സംസാരിക്കാനും അങ്ങനൊരു സ്നേഹിതനോട് എന്ന പോലെ സൗഹൃദത്തിൽ ദൈവവുമായി ഈശോയുമായി സംഭാഷണം നടത്തുന്നതാണ് പ്രാർത്ഥന എന്നും ആ പ്രാർത്ഥനയിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആത്മാവബോധവും ഞാൻ ആരാന്നുള്ള ബോധവും ദൈവം ആരാണെന്നും ആ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യവും ആ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളൊന്നും നമ്മുടെ പരിശുദ്ധിയും നമ്മുടെ എളിമയും നമുക്ക് ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിന് ഫലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നാലും അതൊന്നും വെറും ഒരു വാക്കുകളിൽ മാത്രമുള്ളതാണെന്നും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ പാപിയായ നമ്മൾ പാപിയും ബലഹീനനുമായ വ്യക്തികളാണെന്നും ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവമാണ് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞു നിന്ന് ദൈവത്തിലേക്ക് നമ്മെ ആകർഷിച്ച് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുകയും ദൈവം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ വസിക്കുന്ന ബോധ്യത്തിൽ എളിമയിൽ ഒത്തിരി സ്നേഹത്തിൽ പരസ്നേഹത്തിലും ദൈവസ്നേഹത്തിലും ഒരേപോലെ വളർന്നു വരുവാനും സ്വന്തം ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ആത്മപരിത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഹിതത്തിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ ഹിതം ഓരോ നിമിഷവും നമ്മൾ നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ബോധ്യത്തിൽ ആ ഉള്ളിലുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് അങ്ങനെ ദൈവവുമായൊരു ഐക്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈശോയുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഈശോ നമ്മളിലൂടെ ഇരുന്ന് സംസാരിക്കും പ്രവർത്തിക്കും നമ്മളെ കാണുന്നവർ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉള്ള വ്യക്തികളായിട്ട് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തണമേ. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥം നമുക്കിപ്പോൾ അപേക്ഷിക്കാം. അമ്മ ത്രേസ്യയുടെ ജീവിത മാതൃകയിലുള്ള പ്രാർത്ഥനയിലുള്ള ദൈവവുമായി ഐക്യപ്പെട്ട ഒരവസ്ഥ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അങ്ങ് പ്രദാനം ചെയ്തമേ. ആദ്യമായി ആഭ്യന്തരകർമ്മം എന്ന ഇതിലൊക്കെ പുസ്തകത്തിലൊക്കെ 7 സദനങ്ങളുണ്ടെന്നും 7-ാം സദനത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നതെന്നും ഒരു വച്ച കൊണ്ടുള്ളൊരു ഹർമ്മമാണെന്നും ആ ഹർമ്മത്തിൽ ഈശോ അവിടെ രാജാവായി മണവാളനായി നമ്മുടെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും ആ പ്രകാശത്തിൽ നമ്മൾ ഓരോരുത്തരും അനുനിമിഷം വളർന്നു വരുന്നുവെന്നും ആത്മീയത എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഒരു പരിശ്രമവും പ്രയത്നവും കൊണ്ട് മാത്രമേ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളെന്നും നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ഗുണം അല്ലെന്നും എല്ലാം ദൈവം മുൻകൂട്ടി നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയും
സൽപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് സ്വന്തമായി ഒരു പുണ്യവും ഇല്ലെന്നുള്ള ഒരു ബോധ്യത്തിൽ താഴ്മയും എളിമയും ഉള്ള വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് ഈശോയെ ആകർഷിച്ചത് സ്വന്തം ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അതേപോലെ ദൈവത്തിൻ്റെ മുന്നിലെ സ്വന്തമായി ഒന്നുമില്ലെന്നും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവമാണ് നമ്മെ നിരന്തരം നയിക്കുകയും എന്നും ചെയ്യുന്ന ബോധത്തിൽ മാരകമായ പാപങ്ങൾ ലഘുപാപങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി മോചനം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഈശോയുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിൽ ലൗകികമായ ഒരു ലോകമുണ്ടെന്നും ആത്മീയമായ ലോകവും വേറെയുണ്ടെന്നും എന്ന ബോധ്യത്തിൽ ലൗകികവും ജടികമായ താല്പര്യങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങിക്കൊണ്ട് നിരന്തരം അനുദപിച്ച് ദൈവം തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പരിശ്രമിച്ച് നിരന്തരം ആരംഭിക്കേണ്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതം. ഒരിക്കലും നമുക്കൊന്നും ഒരു സ്ഥലത്തും എത്തിയില്ല എന്നുള്ള നിരാശയിൽ ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോകാൻ പാടില്ലെന്ന് അമ്മ ത്രേസ്യ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതെല്ലാം ദൈവത്തിന് ദാനമാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകൾ പ്രതിസന്ധികളുണ്ടായാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്നും തന്നെ സ്നേഹിക്കുന്ന പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയാക്കി തീർക്കുമെന്നുള്ള ബോധ്യത്തിൽ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് നടക്കുന്ന നമുക്ക് അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥന ചൈതന്യം ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഭൗതിക കാര്യങ്ങൾ മാത്രം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കുറേ കരുണയെ കൊന്തയും ജപമാലയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ദൈവത്തെ ഒരു ആയുധമാക്കി തീർക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇത് കർത്താവിൻ്റെ ദാസൻ്റെ വാക്കിൽ നിറവേറണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനും ദൈവം നമ്മളിരുന്നു കൊണ്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇടവരത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ ഹൃദയത്തിന് നമ്മുടെ ഹൃദയവുമായി രൂപാന്തരപ്പെട്ട് ഒന്നായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുനിമിഷം അങ്ങ് രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് സഹോദര സ്നേഹത്തിലേക്ക് വളരാതെ ഒരിക്കലും ഈശോയിലേക്ക് വളരാൻ സാധിക്കുകയില്ല. ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൽ നമ്മൾ വളർന്നതാണ് വിശുദ്ധി എന്നുള്ള ബോധ്യത്തിൽ ഈശോയുമായി ഒരു വ്യക്തിപരമായ ഒരു സ്നേഹബന്ധത്തിൽ എത്തിച്ചേരുവാനും അങ്ങനെ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് പോലെ തന്നെ ഈശോയെ ഒരു മണവാളൻ എന്ന രീതിയിൽ ഈശോയെ നമുക്ക് സ്നേഹിക്കാനും ഈശോയുമായി സംസാരിക്കാനും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈശോയുടെ മുന്നിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഈശോ പറയുന്നത് കേൾക്കാനുള്ള ഒരു സാവകാശം നമ്മൾ ഒരിക്കലും പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. ഈശോയുടെ സ്വരം കേൾക്കാനായിട്ട് ഈശോയുടെ വചനങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിക്കുമെന്നാണ് ഈശോ പറയാൻ ആവശ്യപ്പെടുന്നത്. അതേപോലെ ഈശോയുടെ വചനങ്ങൾ പ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുവാനും അങ്ങനെ ലഘുഭാവങ്ങളിൽ നിന്നും മാരകഭാവങ്ങളിൽ നിന്നും അനുനിമിഷം അനുദപിച്ചുകൊണ്ട് യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവനും യേശുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ലൗകികമായ വ്യഗ്രതകളിൽ നിന്നും എല്ലാം മാറി ഈശോ പിതാവുമായിട്ട് മലമുകളിൽ പോയി വൈകുന്നേരങ്ങളിൽ പോയി പിതാവുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഞാനും പിതാവും ഒന്നാണെന്നാണ് ഈശോ പറയാറ്. അങ്ങനെ ഈശോയുടെ ഉള്ളിൽ പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഈശോ പിന്നെ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതേപോലെ നമ്മൾ ഒത്തിരി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ധ്യാനങ്ങളും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലെ പോലെയുള്ള പ്രാർത്ഥനയെല്ലാം ത്രേസ്യ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്
ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഈശോയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനെ അനുനിമിഷം വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുകയും ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ള ബോധ്യത്തിൽ ഉദാശകളിൽ അണയാനും കുമ്പസാരത്തിലൊക്കെ അനുതാപത്തിലൂടെ അനുനിമിഷം ഈശോയുമായി രമ്യതപ്പെടുവാനും അങ്ങനെ മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെ ഒരു ചൈതന്യം ഓരോ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും കുരിശു വരച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ഇന്ന് ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് അനുദപിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥന എന്ന ഈശോയുമായുള്ള സ്നേഹ സംഭാഷണമാണെന്നും നമ്മുടെ ഹൃദയത്തെ ഈശോയിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥനയെന്നും പ്രാർത്ഥന കൂടാതെ നമുക്ക് ഈശോയുടെ ഐക്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ലെന്ന ബോധ്യത്തിൽ അങ്ങനെ അമ്മ ത്രേസ്യ പ്രാർത്ഥന മാത്രമല്ല ചെയ്തത്, പരസ്പര പ്രവർത്തികളും ഈ മർത്ത മറിയവും 2 കഥാപാത്രങ്ങൾ ബൈബിളിലുണ്ട്. മർത്ത ഈ ദൈവത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതിയായി, മറിയം ദൈവത്തിൻ്റെ ഈശോ പറയുന്ന വചനങ്ങൾ കേട്ട് ഈശോയുടെ പാദത്തിങ്ങളിരുന്നു. അമ്മ ത്രേസ്യ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ഈശോയുടെ അടുത്തിരുന്ന് കേൾക്കുകയും അങ്ങനെ ആ ചൈതന്യം നിറവേറ്റിക്കൊണ്ട് പ്രേക്ഷിത മേഖലയിലേക്ക് ഒത്തിരി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് 15 സന്യാസാശ്രമങ്ങൾ നവീകരണത്തിൻ്റെ നിഷ്പാദക സന്യാസ സമൂഹം ആരംഭിക്കുക, കർമ്മലീത്ത സഭയെ പുതുക്കുകയും ചെയ്ത് 17 ആശ്രമങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ആരംഭിക്കാനായിട്ട് ഈ അമ്മ ത്രേസ്യയ്ക്ക് സാധിച്ചു. ഒത്തിരി കൃതികൾ എഴുതാനും ഒക്കെ ഈ പ്രാർത്ഥനയിൽ ഇത്ര ഉന്നത ശ്രേണിയിലെത്തിയ അമ്മ ത്രേസ്യ ഈ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് അമ്മ ത്രേസ്യയ്ക്ക് സാധിച്ചു. ഇതേപോലെ നമ്മളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരേപോലെ മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ ഈശോയുമായി ഐക്യത്തിലെത്തിച്ചേരാനായിട്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ അനുഭവിക്കാനുള്ളതല്ല, ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാനുള്ളതാണ് സ്വർഗീയമായ ഒരു ജീവിതമെന്ന് അമ്മ ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് അമ്മ ത്രേസ്യയോട് അപേക്ഷിക്കാം. നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. സ്പെയിനിലെ ആവിയ നഗരത്തിലാണ് അമ്മ ത്രേസ്യ ജനിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ മതമർദ്ദനം, പകർച്ചവ്യാധി, ആഡംബര ജീവിതം എന്നീ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ സഭ കടന്നു പോയിരുന്ന സമയത്താണ് അമ്മ ത്രേസ്യ ജനിച്ചത്. 1515 മാർച്ച് 28-ാം തീയതിയാണ് അമ്മ ത്രേസ്യ ജനിച്ചത്. മോൻ അലോൺസോയും ഡോണ ബയാറ്റീസുമായിരുന്നു മാതാപിതാക്കൾ. 12 മക്കളിൽ 6ാമത്തെ മകളായിട്ടാണ് അമ്മ ത്രേസ്യ ജനിച്ചത്. പിതാവ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒത്തിരി പുസ്തകങ്ങളെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അമ്മ വളരെ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ദൈവസ്നേഹത്തിലും പരസ്നേഹഭക്തിയിലും വളർത്താനായിട്ട് അവരൊത്തിരി താല്പര്യം കാണിച്ചു. ഭക്തപുസ്തകങ്ങളുടെ ഒരു പാരായണം ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുനാളിൽ തന്നെ ഒരു അതിശയമായ ദൈവഭക്തി അമ്മ ത്രേസ്യയിൽ കാണപ്പെട്ടു. 14-ാം വയസ്സാകുമ്പോഴേക്കും അമ്മ ത്രേസ്യയുടെ അമ്മ മരിച്ചു. അതവൾ അതീവ ദുഃഖിതയാക്കി തീർത്തു. അങ്ങനെ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് ഏതോൾപ്പേരനയാൽ അങ്ങനെ അമ്മ ത്രേസ്യയെ സ്വീകരിച്ചു. 7-ാമത്തെ വയസ്സിൽ തന്നെ രക്തസാക്ഷിയായി മരിക്കാൻ വേണ്ടി സഹോദരനോടൊപ്പം നാട് വിട്ടുപോയ ഒരു വ്യക്തിയായിരുന്നു അമ്മ ത്രേസ്യ.
അങ്ങനെ ഇളയച്ചൻ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ രക്തവേശി മരിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി പുറപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ദൈവവുമായി ഐക്യം പ്രാപിക്കണമെങ്കിൽ മരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് അമ്മ തെരേസ മറുപടി പറഞ്ഞത്. അങ്ങേത് അമ്മയുടെ ആ മരണശേഷം അമ്മ തെരേസ വളരെ വഷളായിത്തീരുന്ന അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയ പിതാവ് അവളെ അഗസ്തീനിയ സഭക്കാരുടെ ബോർഡിങ്ങിലേക്ക് കൊണ്ടുവന്നാക്കി. അവിടെ വളരെ കൂടുതൽ ആത്മീയതയിൽ വളരാനായിട്ട് സാധിച്ചു. 1.5 വർഷക്കാലം അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ അസുഖബാധിതയായി അമ്മാവൻ്റെ വീട്ടിലേക്ക് അവൾ തിരിച്ചു വന്നു. അവിടെ വെച്ച് മാതാവ് സർവനാഥ തലനാൾ അവൾ അബോധാവസ്ഥയിലായി. ഈ അബോധാവസ്ഥ 4 ദിവസത്തോളം നീണ്ടു. അപ്പനൊഴികെ എല്ലാവരും മരിച്ചതായിട്ട് കരുതി. വിശ്വാസ പിതാവിനോട് അഗാധമായ ഒരു ഭക്തി ഉണ്ടായിരുന്നു അമ്മ തെരേസയ്ക്ക്. അങ്ങനെ ഔസപിതാവിൻ്റെ മധ്യസ്ഥം വഴി അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. അമ്മ തെരേസ ജീവിതകാലം മുഴുവനും വളരെ ആരോഗ്യം കുറഞ്ഞ വ്യക്തിയായിരുന്നു. കൂടെ കൂടെ നെഞ്ചുവേദനയും തലയ്ക്ക് ക്ഷീണവും വയറ്റിലസുഖവുമെല്ലാം അവൾക്ക് കൂടെ കൂടെ മരണം വരെ ഉണ്ടായിരുന്നു. മരണത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒരേപോലെ സ്വീകരിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. സഹനങ്ങൾ ഒക്കെ ഒന്നുമേ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു അമ്മ തെരേസയുടെ മുദ്രാവാക്യം. സഹനങ്ങൾ പീഡകൾ വന്നപ്പോൾ കൂടുതൽ സഹിക്കാനുള്ള കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പിതാവിൻ്റെ മരണം അമ്മ തെരേസയെയും ആരോഗ്യം വളരെയധികം മോശമാക്കി തീർത്തു. അങ്ങനെ അഗസ്തീനോസ് പുന്നാളിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന കൺഫെഷൻ എന്ന ഗ്രന്ഥം വായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലുള്ള സകലനോടും അവൾക്ക് വിരക്തി തോന്നുകയും അവളെ ഈശോയിലേക്ക് അടുക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു ആത്മീയ പിതാവില്ലാത്തതുകൊണ്ടാണ് താൻ ഇങ്ങനെ എത്തിപ്പെടുന്ന വിചാരിച്ചുകൊണ്ട് അമ്മ തെരേസ ഒരു ആത്മീയ പിതാവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഒരു ദിവസം പ്രാർത്ഥന മുറിയിൽ കൽത്തൂന്മേൽ കെട്ടപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപം ദർശിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. ഇതുമൂലം ഈശോയെ ഒരിക്കലും താൻ ഇനിയും വേദനിപ്പിക്കില്ലെന്ന് അമ്മ തെരേസ തീരുമാനിച്ചു. അങ്ങനെ ഈശോയുടെ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് അവൾ കർമ്മലീത്ത സഭയെ നവീകരിക്കാൻ വേണ്ടി നിഷ്പാദക സന്യാസാശ്രമം സ്ഥാപിക്കാനായിട്ട് ആരംഭിച്ചു. ഉത്തരവാദിത്തങ്ങളിടയിലും തൻ്റെ ഉന്നതമായ ദൈവതയിൽ നേരുന്ന ചിന്തകളും പ്രാർത്ഥനകളുമെല്ലാം ദൈവികമായ കാഴ്ചപ്പാടുകളെല്ലാം വിശുദ്ധ അമ്മ തെരേസ ഗ്രന്ഥങ്ങളിൽ എഴുതി വയ്ക്കുകയും ചെയ്തു. ദൈവമായ കാഴ്ചപ്പാടുകളും അമ്മ തെരേസ തൻ്റെ കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് ആഭ്യന്തര കർമ്മം എന്ന പുസ്തകം.
സ്വയംകൃത ചരിതം, സുഹൃത്ത് സരിണി, പുത്രിമാരെ മാതൃസ്നേഹത്തോടെ ഉപദേശിക്കുന്നതാണ് മാതൃസൂത്രം. അമ്മ ത്രേസ്യ എന്ന് അറിയപ്പെടുന്ന 500ഓളം കത്തുകളിൽ 400 ഇന്നും കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വായനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്ന, വിശ്രമമില്ലാത്ത ഒത്തിരി പ്രയത്നിച്ച അമ്മ ത്രേസ്യ 1582 ഒക്ടോബർ 4 ഈ ലോകത്തിനോട് വിട പറഞ്ഞു. 1614 ഏപ്രിൽ 14 അമ്മ ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. ഗ്രിഗറി 15 പാപ്പയാണ് പ്രഖ്യാപിച്ചത്. 1970 അമ്മ ത്രേസ്യയെ സാർവത്രിക സഭയുടെ വേദപാരംഗ എന്ന് ഒക്ടോബർ 15 അമ്മയുടെ തിരുനാൾ സഭയിൽ കൊണ്ടാടുന്നു. ലോകമോഹങ്ങളും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് എല്ലാവർക്കും വേണ്ടി ജീവിതം കാഴ്ചവെച്ച് പ്രാർത്ഥനയുടെ ആചാര്യയായി തീർന്ന വിശുദ്ധ അമ്മ ത്രേസ്യ കാലത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ദൈവം കൊടുത്ത ഉത്തരമായിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യ. ജെറമ്യ 1:5 നമുക്ക് കാണാൻ സാധിക്കും. മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ദൈവം തൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് അമ്മ ത്രേസ്യ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത്. വിശുദ്ധ അമ്മ ത്രേസ്യ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുണ്യാത്മാവായിരുന്നു. പൂർണ്ണമായ ആനന്ദവും ആഴമായ സമാധാനവും നിരന്തരം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അമ്മ ത്രേസ്യ. ആന്തരികമായ ആനന്ദം, ആഴമേറിയ സമാധാനം, ഒത്തിരി പരീക്ഷയിലൂടെയൊക്കെ ത്രേസ്യ കടന്നു പോയപ്പോൾ, പല വീട്ടിലെ രോഗങ്ങൾ അവൾ തളർത്തിയപ്പോഴെല്ലാം വിശ്വാസ പിതാവിൻ്റെ മധ്യസ്ഥം വഴി രോഗത്തിൽ നിന്ന് മോചിതയായി തീർന്നു. അങ്ങനെ സഭയിൽ വിശ്വാസ പിതാവിനുള്ള ഭക്തി പ്രചരിക്കാനായിട്ട് അമ്മ ത്രേസ്യ കാരണയായി തീർന്നു. സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് അമ്മ ത്രേസ്യ സൂത്രവാക്യം. നിസ്സാരമായ പാപങ്ങളിൽ നിന്ന് പോലും ഓടിയാകുന്ന പരിപൂർണതയുടെ എല്ലാ സാധ്യതകളും ദൈവത്തിൻ്റെ സ്വന്തമായി തീരുക എന്നാണ്. ദൈവം നമ്മുടെ ആത്മാവിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ബുദ്ധി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ തേടേണ്ടതെന്ന് അമ്മ ത്രേസ്യ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിന് വാക്കുകളുടെ ആവശ്യമില്ല എന്നാണ് അമ്മ ത്രേസ്യ ആവശ്യപ്പെടുന്നത്. ഈശോയെ വെറുതെ നമ്മൾ ഉള്ളിലുള്ള ഈശോയെ വേറെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്താൽ അത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മൾ ആരെ നോക്കുന്നുവോ ആ വ്യക്തിയുടെ രീതിയും എല്ലാം നമ്മളിലേക്ക് സ്വാഭാവികമായി പടർന്നു വരും. ദൈവത്തെ മറന്നുകൊണ്ടുള്ള അധികാരവും സമ്പത്തുമെല്ലാം നമുക്ക് നഷ്ടമാണ് വരുത്തുന്നതെന്ന് അമ്മ ത്രേസ്യ ആവശ്യപ്പെടുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ത്രേസ്യയുടെ ശരീരത്തിന് ഭാരം കുറയുകയും അമ്മ ത്രേസ്യ
മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യുന്ന പല സമയത്തും അമ്മ തെരേസയെ മുകളിൽ നിന്ന് താഴേക്ക് എത്തിക്കാൻ കുമ്പസാരക്കാരനായ അച്ഛൻ്റെ നിരന്തരമായ പരിശ്രമം ആവശ്യം വേണ്ടി വന്നു. അഗാധമായ ധ്യാനത്തിലേക്ക് അമ്മ തെരേസ്യ പലപ്പോഴും കടന്നുപോയി. പ്രാർത്ഥന എന്നാൽ അപേക്ഷകളും യാചനകളും ദൈവത്തിന് മുമ്പിൽ നിരന്തരം സമർപ്പിക്കുന്നതല്ല. പ്രാർത്ഥന നമുക്ക് വേണ്ടി മരിക്കുന്ന പ്രാണനാഥനായ അതിരക്ത സ്നേഹത്തോടെ അല്പസമയം അവിടുത്തോടുകൂടി സല്ലപിക്കുന്നതാണ് പ്രാർത്ഥന എന്നാണ് അമ്മ തെരേസ പറയുന്നത്. എപ്പോഴും കർമ്മനിരതമായ ഒരു ജീവിതമായിരുന്നു അമ്മ തെരേസയുടേത്. അമ്മ തെരേസ്യ ഇന്ന് തിരുസഭയിൽ ശരീരവേദന, തലവേദന, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വ്യക്തികൾ, ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവരൊക്കെ, പ്രസാദപരം നഷ്ടപ്പെട്ട വ്യക്തികൾ, ഇവരെല്ലാം മധ്യസ്ഥയായിട്ട് അമ്മ തെരേസ്യ ഇന്ന് തിരുസഭയിൽ അറിയപ്പെടുന്നു. ഞാൻ തിരുസഭ മാതാവിൻ്റെ ഒരു കുഞ്ഞു കയ്യിൽ ഒരു കുഞ്ഞായിരിക്കുമെന്നാണ്, അതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നുവെന്ന് അമ്മ തെരേസയുടെ അന്ത്യവചനം. ഒന്നും നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തരുതെന്നും എല്ലാം ഈ ലോകത്തിലുള്ള എല്ലാം കടന്നു പോകുമെന്നും ഒന്നും നമ്മളെ ഞെട്ടലുണ്ടാക്കരുതെന്നും ദൈവം മാത്രമേ മാറ്റം വരാത്ത, ദൈവത്തിന് മാത്രമേ മാറ്റം സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണെന്നും ദൈവത്തിൻ്റെ കൂടെയുള്ള വ്യക്തികൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ലെന്നും അമ്മ തെരേസയുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം ആഗ്രഹിച്ചു അതെല്ലാം ദൈവം നൽകിയിട്ടുണ്ടെന്ന് അമ്മ തെരേസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആത്മാക്കളെ നേടുവാനുള്ള അതിയായ ആഗ്രഹം അമ്മ തെരേസയുടെ ഉള്ളിൽ നിരന്തരമുണ്ടായിരുന്നു. ആ ഒരു ആത്മീയ തീഷ്ണത, മറ്റുള്ളവരുടെ ആത്മാവിന് വേണ്ടിയും പരിശ്രമിക്കാനുള്ള അമ്മ തെരേസയുടെ തീഷ്ണത നമുക്കും ജീവിതത്തിൽ സ്വന്തമാക്കാം. തിരമാലകളും പ്രതിസന്ധികളും ഒത്തിരി ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അതൊന്നും അമ്മ തെരേസയെ തളർത്തിയില്ല. ശാരീരിക രോഗങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകളിലും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴും എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവാശ്രയത്തോടെ മുന്നേറിയ വ്യക്തിയായിരുന്നു അമ്മ തെരേസ. ജ്ഞാനത്തിൻ്റെ ഒരു സമുദ്രമായിരുന്നു അമ്മ തെരേസ. ക്രിസ്തുവിനെ ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച വ്യക്തിയായിരുന്നു അമ്മ തെരേസ. വിശ്വാസത്തിൻ്റെ ഒരു കോട്ടയായിരുന്നു അമ്മ തെരേസയുടെ ജീവിതം. ഉണ്ണീശോതും മാലാഖമാരോടും വിശുദ്ധരോടുമെല്ലാം ഒരു വ്യക്തിയെന്ന പോലെ സംസാരിക്കാനുള്ള കഴിവ് ദൈവം അമ്മ തെരേസയ്ക്ക് നൽകി. പിശാചുകൾ നേരിട്ട് കാണാനും നരകത്തിലെ അവസ്ഥ ദർശിക്കാനുമുള്ള കൃപ ദൈവം അമ്മ തെരേസയ്ക്ക് കൊടുത്തു. പ്രാർത്ഥന വേളയിൽ സ്വയമേ ശരീരം സ്വർഗത്തിലേക്ക് ഉയരുന്ന എലിവേഷൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ടുള്ള
വരമെല്ലാം ദൈവം അമ്മ ത്രേസ്യയ്ക്ക് മിസ്റ്റിക് അനുഭവങ്ങളെല്ലാം ഒത്തിരി അമ്മ ത്രേസ്യയ്ക്ക് ഒത്തിരി ദൈവാനുഭവങ്ങൾ ദൈവം പറഞ്ഞു കൊടുത്തു. കർമ്മീറ്റുള്ള സഭയിലെ നവീകരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തിയായിരുന്നു അമ്മ ത്രേസ്യ. പ്രാർത്ഥനയ്ക്ക് 7 സാധനങ്ങളുണ്ടെന്നും അതിൽ ആത്മാവിൻ്റെ 7-ാം സാധനത്തിൽ ത്രിത്യേക ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൈവമായ ആത്മാവ് മണവാളനുമായിട്ടുള്ള ഒന്നായിത്തീരുന്ന അനുഭവമാണെന്നും അമ്മ ത്രേസ്യ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ 3 സാധനങ്ങളിൽ നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ സ്വയം ചിന്തിക്കുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുകയും ദൈവം പൂർണ്ണത നിറഞ്ഞ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ പാപങ്ങൾ ബലഹീനതകൾ നിറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ലെന്ന ബോധ്യത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ എളിമ എന്ന പുണ്യത്തിൽ ആത്മാവബോധവും എളിമയും നിറഞ്ഞ ജീവിതത്തിലൂടെ മാത്രമേ ആ സാധനങ്ങളിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് അമ്മ ത്രേസ്യ ആവശ്യപ്പെടുന്നു. 4, 5, 6 സാധനങ്ങളിൽ നമ്മൾ പടിപടിയായി ദൈവം തന്നെയാണ് നമ്മളെ ആ അവസ്ഥയിലേക്ക് ഉയർത്തുന്നത്. നമ്മുടെ സ്വയം പരിശ്രമങ്ങളേക്കാളുപരി ദൈവമാണ് ആ അവസ്ഥയിലേക്ക് നമ്മെ ഓരോരുത്തരെ എത്തിക്കുന്നത്. 7-ാം സ്ഥാനത്തിലാണ് ദൈവവുമായി ഐക്യം പ്രാപിക്കുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ഈ ലോകത്തിൽ മാതൃക നിറഞ്ഞ വ്യക്തികളായിട്ട് തീരുന്നു. ഈ പ്രാർത്ഥനയെ ഒത്തിരി ഉപമകൾ വഴിയും അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. പട്ടുനൂൽ പുഴുവിനെ ഇതാണ് പ്രാർത്ഥനയുമായി തീരാനായിട്ട് ബന്ധിച്ചിരിക്കുന്നത്. പട്ടുനൂൽ പുഴു അവിടെ മുട്ടുകളൊക്കെ ഇട്ട് ആ മുട്ട വിരിഞ്ഞ് പുഴുവായിത്തീർന്ന അവസ്ഥയിൽ മൽബറി ഇലകൾ ആർത്തിയോടെയാണ് ആ പുഴു ഭക്ഷിക്കുന്നത്. അതേപോലെ പ്രാർത്ഥന ജീവിതം ആരംഭിച്ച വ്യക്തികളെ വളരെയേറെ തീഷ്ണയോടും ദൈവവചന പാരായണത്തിലും സുഹൃത്ത് സംഭാഷണത്തിലും ആഭ്യന്തരത്തിലും വിശുദ്ധരുടെ അനുകരണത്തിലും വചനമായ നിലകം ഒഴുകിക്കൊണ്ട് ആ 1-ാം സ്ഥാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുന്നു. അതിനുശേഷം സ്വയം പരിത്തിരിച്ച് കൊണ്ട് പട്ടുനൂൽ പുഴു കൊക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് 2ാമത്തെ അവസ്ഥ. അവിടെ സ്വയം പരിത്യാഗങ്ങൾ ലോകാരൂപിയൊക്കെ വിട ചൊല്ലി ദൈവത്തിലേക്ക് വിനയം പ്രാപിക്കുന്ന അവസ്ഥയാണ് ദൈവം അമ്മ ത്രേസ്യ നമ്മൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കൊക്കൂണിൽ നിന്നും പുറത്തു വന്ന് തീരുന്ന ആ പുഴു ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചിത്രശലഭത്തെ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഐക്യവുമായി തീരുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാല് സ്ത്രീകളെ മാത്രമാണ് വേദപാരംഗരായിട്ട് കരുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വേദപാരംഗയായിട്ട് തിരുസഭ വിശുദ്ധ അമ്മ ത്രേസ്യയെ ഇന്നും വണങ്ങുന്നു. ദൈവത്തിന് സ്വന്തമായ വ്യക്തിയെ ദൈവം ഒന്നിനും കുറവ് വരുത്തുകയില്ലെന്നും ക്ഷമ എന്ന പുണ്യം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നെന്നും പറയുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തെ സ്വാധീനിച്ച 3 വിശുദ്ധാത്മാക്കളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും വിശുദ്ധ അഗസ്തീനോസും. നമ്മുടെ ഉള്ളിൽ സ്ഫടികമായൊരു ഗോളം, ഒരു ആത്മാവ്, ഒരു ശബ്ദമുണ്ടെന്നും
ആ സാധനത്തിൽ എത്തിച്ചേരാനായിട്ട് ആത്മപരിത്യാഗം വളരെ അത്യാവശ്യമാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും നമ്മളെ പ്രാർത്ഥനയിൽ വളരാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എളിമയെന്നും നീതി, ആത്മധൈര്യം, ആത്മനിയന്ത്രണം, മൂലപാപങ്ങൾക്കെതിരായിട്ടുള്ള പുണ്യങ്ങളും നിശബ്ദത, ഏകാഗ്രത, അച്ചടക്കം തുടങ്ങിയ ദൈവിക പുണ്യങ്ങളാലും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പ്രത്യേക മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്നും അമ്മ ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയെയും ആധ്യാത്മിക ജീവിതത്തെയും അമ്മ ത്രേസ്യ ചതുരംഗ കളിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം എളിമയെന്ന പുണ്യമാണെന്നും അഭ്യാസനത്തിലാണ് നമ്മൾ ദിവ്യരാജാവിനെ സ്ത്രീകളത്തിൽ സ്വാധീനിക്കാനായിട്ട് എളിമ എന്ന ആ ഒരു പുണ്യത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എളിമയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ ഈശോയിലേക്ക് ആകർഷിക്കാനായിട്ട് സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഈശോയെ സ്വന്തമാക്കണമെങ്കിൽ എളിമയുടെ സുഹൃതം വളരെയധികം നമുക്ക് ആവശ്യമാണ്. സ്നേഹം കൂടാതെ എളിമ കൂടാതെ സ്നേഹവും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് നിശ്ചയമാണ്. എളിമ അനുസരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യാശ, അടിസ്ഥാനം, സ്നേഹം, ഹൃദയത്തിൻ്റെ ഇച്ഛകളുടെയും പ്രവർത്തനങ്ങൾ ദൈവിക പുണ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എളിമ നമ്മെ അഹങ്കാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ സ്വാർത്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിസ്സംഗത, ത്യാഗമനോഭാവം നമ്മെ സ്വതന്ത്രരാക്കുന്നു. എളിമയുടെ ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ ഐക്യമായി തീരാനായിട്ട് എളിമയും അനുസരണവും ആത്മബോധവും എന്ന ആസ്വാദനത്തിൽ നമ്മൾ ഓരോരുത്തരും ചെന്നെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഉള്ളിലുണ്ടെന്നും ദൈവം മാരപാപം ചെയ്ത് ദൈവത്തെ നിഷേധിച്ച് ദൈവത്തോട് മനഃപൂർവ്വം ദൈവത്തിൽ നിന്ന് നിഷേധിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ പ്രകാശം ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാക്കും. റോമേറ്റൊന്നിൽ ആകയാൽ ദൈവത്തോട് ഐക്യപ്പെടാൻ നിൽക്കുന്നവർക്കൊന്നും ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി ഐക്യത്തിലെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾ നിർവീര്യമാക്കരുത്. നമ്മുടെ ആത്മാവിന് 7 അറകളുണ്ടെന്നും 7ാമത്തെ അറയില്ല എന്നും ദൈവം വസിക്കുന്നില്ലെന്നും അമ്മ ത്രേസ്യ പറയുന്നു. ബാഹ്യമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആ ആത്മീയതയിലേക്ക് ദൈവവുമായി ഒന്നായിത്തീരുന്നതിന് ആത്മീയമായ വിവാഹം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒന്നായിത്തീരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് ദൈവവുമായി ഒന്നായിത്തീർന്ന വ്യക്തികൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗ്ഗം ഉറപ്പാക്കുന്ന വ്യക്തികളാണെന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്.
ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് പലരും കണക്കാക്കുന്നു. ആന്തരികത ആഴപ്പെട്ട് നീങ്ങുമ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ അത് ആന്തരികമാണ്, ബാഹ്യമല്ല. ബാഹ്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ രോഗങ്ങൾ മാറണം, കടബാധ്യത മാറണം, ജോലി കിട്ടണം, അങ്ങനെ ഒത്തിരി നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് പ്രാർത്ഥന നമ്മൾ എഴുതിത്തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആത്മീയത എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് തെറ്റായ കാര്യമാണ്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ ദൗർഭാഗ്യവന്മാരാണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആത്മീയമായ ദൈവത്തെ ആദ്യം തേടുക, ദൈവരാജ്യത്തെ നേക്കുക, ആദ്യം ബാക്കിയുള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത്. അമത്രേസ്യ ജീവിതം നമുക്ക് മുന്നിൽ അതിന് ഏറ്റവും തെളിവായിട്ട് നിൽക്കുന്നു. അമത്രേസ്യ ആത്മീയമായി ഈശോയുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ നേടിയ ജീവിതമായി നമ്മൾ ചെയ്തത്. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഒത്തിരി എതിർപ്പുകൾ വന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒത്തിരി മഠങ്ങൾ പണിയണമെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിക്കുകയും പുതിയ സന്യാസിമാരെ താമസിപ്പിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ മദ്രസയ്ക്ക് സാധിച്ചു. ദൈവപ്രേരണയാൽ ദൈവികമായ ദൈവം തന്ന ചിന്തകളെല്ലാം എഴുതി വെച്ചുകൊണ്ട് സുഹൃത സരണി, സ്വയംകൃത ചരിത്രം, ആത്മകഥ, പൂർണ്ണയുടെ പാത, 500 കത്തുകൾ, ഒത്തിരി 20ഓളം കവിതകൾ എഴുതാനായിട്ട് മദ്രസയ്ക്ക് സാധിച്ചു. നമ്മൾ ആദ്യം പൂർണ്ണ ഹൃദയത്വം, പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടും കൂടിയും ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. പടിപടിയായി ആത്മീയതയിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണം. ദൈവവുമായുള്ള ബന്ധങ്ങൾ രൂപാന്തര പ്രക്രിയയിലൂടെ പടിപടിയായിട്ട് നാം നേടിയെടുക്കേണ്ടതാണ്. നമ്മുടെ ആശയം രൂപാന്തരീകരണം എന്നത് ഒരു അനുഭവമാണ്. ദൈവവുമായി ആഴമായ ആഴത്തിലേക്ക് കിടക്കുന്ന സഹോദരങ്ങളുമായും ഈ പ്രപഞ്ചവുമായിട്ടെല്ലാം ഒന്നായിത്തീരുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മെ കടന്നു പോകുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവവുമായി സമ്പൂർണ്ണമായ ഐക്യത്തിലേക്ക് വരിക എന്നതാണ്. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോഴാണ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥ സാധിക്കുമെന്ന് നമ്മൾ ത്രേസ്യ ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്പിരിച്വൽ മാരേജിനെ കുറിച്ചാണ്. വിവാഹത്തിലൂടെ ഒന്നായിത്തീരുന്ന ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള പഴയ നിയമത്തിലൊക്കെ ദൈവം മണവാളനാണ്, ഇസ്രായേൽ വധു എന്നാണ്. വിഗ്രഹാനെ മുഴുകിയിരിക്കുന്ന ഇസ്രായേൽക്കാരെ വിഗ്രഹാനെ നടത്തിയും ദൈവത്തിൽ നടന്നു പോകുന്ന ഇസ്രായേലിനെ മണവാളനായ സഭ ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തോടാണ് നമ്മൾ ഉപമിച്ചിരിക്കുന്നത്. നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. വിവാഹം എന്നത് പുരുഷനും സ്ത്രീയും ഒന്നായിത്തീരുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ്.
ദൈവവുമായ ആഴമായ ഐക്യത്തിലേക്ക് എത്താൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സാധിക്കുമെന്നും ആത്മീയത എന്നത് പുസ്തകത്തിലൂടെ ദൈവവും മനുഷ്യനുമായി ഒന്നായി തീരുന്ന അവസ്ഥയാണ്. അവിടെ ആർക്കും അവിടെ ആ സ്ഥലത്ത് പ്രവേശനമില്ല. ഈ മനുഷ്യനും ആത്മാവും തമ്മിൽ ആ ഇടയിൽ സ്വകാര്യമായ സൗഹൃദ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ ദൈവവുമായി ഐക്യത്തിലെത്താനായിട്ട് മനുഷ്യന് സാധിക്കുന്നു. ഒന്നാം സ്ഥാനത്തിൽ, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനത്തിലെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് നിരന്തരമായൊരു പരിശ്രമം, ഒരു അധ്വാനം, ദൈവം അവിടെ ജാഗ്രത നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണം. വിസ്തൃക്കും അനുഭവം എന്നാൽ നമ്മുടെ അനുഭവം, അധ്വാനം അത്യാവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലും കൃപാവരങ്ങളും രൂപാന്തരീകരണവും നമ്മുടെ ജീവിതം ദൈവത്തിലേക്ക് ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഏറ്റെടുത്ത് ദൈവം നമ്മളെ നയിച്ച് മറ്റുള്ളവരെ മുന്നിൽ എടുത്തു വയ്ക്കാൻ തക്കവിധം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതാണത്. അത് ഈ ലോകബന്ധങ്ങളും ജടികാഭിലാഷങ്ങളും എല്ലാം മാറിക്കൊണ്ട് നാലാം സ്ഥാനം തുടങ്ങി 7-ാം സ്ഥാനം വരെ ദൈവമാണ്. അവിടെ നമ്മുടെ ഭാഗം ആവശ്യമില്ല. ദൈവമാണ് അവിടെ പ്രവർത്തനനിരതനായി തീർന്നുകൊണ്ട് നമ്മെ അവിടേക്ക് എത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ഓരോ നിമിഷവും ആത്മശോധന ചെയ്തുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് കുരിശിൻ്റെ അടയാളം വരിച്ച് ദൈവത്തിന് സംരക്ഷണം എടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തർ തനിച്ചിരുന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സർവ്വസ്വനായ പിതാവിനെ പ്രാർത്ഥന ചൊല്ലി സുവിശേഷത്തിൻ്റെ മുഴുവൻ സാരാംശവും ഈ സർവ്വസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ കർത്തൃ പ്രാർത്ഥന ആണ് അമ്മ ത്രേസ്യ പറയുന്നത്. അന്യചുണ്ട കൂടാതെ പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ട ആവശ്യമാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോയെ കൂട്ടിപ്പിടിച്ച് ഈശോയെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുകയും ഈശോ നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ട് ഞാൻ നിന്നോട് ഒരിക്കലും അനാഥരായി വിടുകയില്ല, പരിശുദ്ധാത്മാവാണ് ഈ നമ്മുടെ പക്കലിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തർ ഉള്ളിലേക്ക് കടന്നു വരേണ്ട അത്യാവശ്യമാണ്. 2 കൊരിന്ത്യർ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശു ക്രിസ്തു നിങ്ങളുണ്ട് എന്നുള്ള ബോധ്യം നമ്മളുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ഒത്തിരി പരാജയപ്പെട്ട വ്യക്തികളാണെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈശോയുടെ മനുഷ്യ ജീവിതത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അരൂപിയിൽ ആപപിതാവെ എന്നെ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. ഈശോയെ എന്തെങ്കിലും ചെറിയ പാവങ്ങൾ പോലും ചെയ്തുകൊണ്ട് ഈശോയെ നമ്മൾ ഉപദ്രവിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ സമയത്തും എല്ലാ കാര്യത്തും ദൈവം നമ്മളെ പ്രശ്നങ്ങൾ ഇടപെടുമെന്നും ഈശോ നമ്മുടെ ഓരോരുത്തരെ കൂടി നിന്നുള്ള ആ
ആ ഒരു വചനബോധ്യം ആത്മീയ യാഥാർത്ഥ്യം അനുസ്മരിച്ചുകൊണ്ട് ഈശോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പരിശ്രമിക്കാം. ഞാൻ ദൈവത്തെ കേന്ദ്ര സ്ഥാനത്ത് വയ്ക്കുകയും ദൈവത്തോട് യാചിക്കുന്ന ഏതൊരു കാര്യവും ദൈവം ഒരിക്കലും നിരസിച്ചിട്ടില്ലെന്ന് അമ്മ ത്രേസ്യയ്ക്ക് ഉറപ്പുണ്ട്. ദൈവത്തെ നമ്മൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ പോലും അത് പ്രാർത്ഥനയായിട്ട് തീരും. ഈശോയുടെ ചിത്രം വേണമെങ്കിൽ അവിടെ അത് ആ ഈശോയുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടും വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി പ്രകാശിതരായി നാം എന്തിനാണ് നോക്കുന്നത്, നാം അതുപോലെ ആയിത്തീരും. യേശുവിൻ്റെ സാന്നിധ്യം ദൈവം നമ്മൾ ഓരോരുത്തരും അനുനിമിഷം ആവശ്യപ്പെടുന്നത് നാം ദൈവത്തിന് നേർക്ക് മുഖം തിരിക്കണമെന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നെ അന്വേഷിക്കുന്നവർ ദാഹിക്കുന്നവർ അന്വേഷിക്കുന്നവർ നിങ്ങളെ അവിടുത്തെ കണ്ടെത്തുമെന്നും നമ്മൾ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ടും ദൈവത്തെ അനുഗമിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ എത്രമാത്രം ദൈവത്തെ കണ്ടെത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അത്രമാത്രം ദൈവം നമ്മെ എത്താനായിട്ട് കടന്നു വരാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഒരു ആത്മാവുണ്ട്. ആത്മാവിന് ഒരു കർമ്മം, ഒരു വീടുണ്ടെന്ന്, ആ ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നെന്നും നമ്മുടെ ആത്മാവിന് ഒരു ദൗത്യമുണ്ടെന്നും ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് ചേർന്ന് പൂർണ്ണമായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവവുമായി ഒന്നായി ഐക്യപ്പെട്ടുകൊണ്ട് ആത്മാവിലെ ഒന്നാമത്തെ ദൗത്യം അതാണ്. നമ്മൾ ആ ദൗത്യത്തിനുള്ള ആ ആത്മാവിൻ്റെ ദൗത്യത്തിനുള്ള തടസ്സം മാരകമായ പാപങ്ങളാണ്. പാപത്തെ മറികടക്കാനുള്ള കാരണം പാപമോചനം പ്രാപിക്കുക എന്നതാണ്. നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ പിശാചിൽ നിന്ന് നമ്മൾ ഒത്തിരി മോചനം പ്രാപിക്കാനായിട്ട് നൽകും. നിരന്തരം നമ്മൾ നയിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ് ദൈവം നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ആത്മാവിലാണ്. ആ സാദൃശ്യം ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യത്തിലും മെയിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. അതൊരിക്കലും ശരീരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. നമുക്ക് ആന്തരിക ഇന്ദ്രിയങ്ങളും ഭാവനയും ചിന്തയും എല്ലാം ദൈവം അതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. യാക്കോബ് 4:5 വാക്യങ്ങളിൽ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിങ്ങളിൽ നിഷേധിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസ്വീകാര്യതയെ അഭിലഷിക്കുന്നു. മത്തായി 16:24 ലോകം മുഴുവൻ നീതിയാൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. ആത്മാവാണ് ഉപകരിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നമ്മൾ ജീവനുള്ള വ്യക്തികളായി രൂപാന്തരപ്പെടുന്നത്. മാമോദീസയിലൂടെ നമ്മൾ വീണ്ടും ജനിച്ച് ആത്മാവെന്ന് നമ്മളിലേക്ക് വന്ന് ദൈവം മകളുമാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നു.
ആത്മീയ കാര്യങ്ങൾക്കും ആത്മാവിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ വേറെ പിശാചിനോ ഓരോ വ്യക്തികൾക്കും അവരെ താമസിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ദൈവം നമ്മൾ വസിക്കുന്ന ആലയമാണ് നമ്മുടെ വീട്, നമ്മുടെ കുടുംബവും നമ്മുടെ ശരീരവും എന്ന് നമുക്ക് ബോധ്യം വേണം. അന്തോറും ദിവസം നിരുത്തൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും ആചാരമായി ദൈവം പകർന്നു തന്നു എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അന്തോറും ദിവസം 13-ാം അധ്യായം 5-ാം ഭാഗത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വാസം നിലനിൽക്കുന്നുവെന്ന് പരീക്ഷിക്കുവിൻ. ക്രിസ്തു നിങ്ങളുടെ ആത്മാവിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ലൂക്കാ 17:21 കാണാൻ സാധിക്കും, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട്. ദൈവം ഭരിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരും വസിച്ചുകൊണ്ടാണ്. ഞാനും പിതാമോനും ഒന്ന് വാസം ഉറപ്പിക്കുകയും ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ നിറഞ്ഞു നിൽക്കുന്നുള്ള നമ്മുടെ സക്രാരിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവും. ഈശോ കുർബാന സ്ഥാപിച്ചത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വസിക്കാൻ വേണ്ടിയിട്ടാണ്. സങ്കീർത്തനം അധ്യായത്തിൽ കാണാൻ സാധിക്കും, നീർച്ചാലിനായി നട്ടിരിക്കുന്ന വൃക്ഷം അത് കരുത്തോടെ വളരുന്നു, യഥാസമയം അത് പുഷ്പിക്കുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ വേരുകളെല്ലാം അതിലേക്ക് ദൈവസാന്നിധ്യത്തിൻ്റെ വളർച്ചയിലേക്കും ഫലങ്ങളിലേക്കും ജീവിച്ചുകൊണ്ട് ഏറ്റവും ആവശ്യമായ ജീവിതമാണ് ആന്തരിക ജീവിതം. നീർച്ചാലിനായി നട്ട വൃക്ഷം പോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അരികെ നിൽക്കുന്ന വ്യക്തി ഭൂമിയിൽ വെച്ച് നേടിയെടുക്കുന്ന ഒരു പ്രായോഗികമായ വശമാണത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നിരന്തരം രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് വേണ്ടത്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് പാപം വഴി നമ്മൾ വികലമാക്കി തീർത്തിരിക്കുന്നു. ആഭ്യന്തരമെന്ന 7 സാധനങ്ങളിലൂടെ നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിൻ്റെ ചാരയിലെ സദൃശ്യത്തിലേക്കും രൂപാന്തരപ്പെടുത്താനായിട്ട് നവീകരിക്കപ്പെടാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ ചേർന്ന ആലയങ്ങളായി നമ്മുടെ ആത്മാവിനെ പിതാവെ അവർ ഒന്നായിരിക്കുന്ന പോലെ ഈ ഭൂമിയിൽ മക്കൾ അവർ സ്നേഹത്തിൽ ഒന്നായിത്തീരാൻ ദൈവവുമായി ഒന്നായിത്തീർന്ന് പന്തകുസ്തായിൽ പരിശുദ്ധാത്മാവ് വന്ന് അവരൊരു ഹൃദയവും ഒരു ആത്മാവുമുള്ള വ്യക്തികളായിട്ട് ആദിമക്രൈസ്ത സമൂഹം തീർന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ദൈവത്തിൽ ഒന്നായി തീർന്ന വ്യക്തികൾ പരസ്പരം ഒന്നായി തീരാൻ സാധിക്കും. നമ്മൾ മാരകമായ എല്ലാ പാപങ്ങൾ വർദ്ധിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ഒരുപാട് ദിവസത്തിൽ കാണുന്ന കുഞ്ഞാൻ്റെ രക്തത്താൽ കഴുകി വൃത്തിയാക്കപ്പെട്ട വ്യക്തികളാണ് അവർ. പാപം നമ്മൾ ഓരോരുത്തർ ആത്മാവിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടമായി തീരും. അങ്ങനെ പാപത്തിൻ്റെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പാപം പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിക്കുകയില്ല. പാപത്തിൻ്റെ ബന്ധനം നമ്മെ വിടുവിച്ച് എടുക്കുക എന്താണ്?
ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ആത്മീയ ജീവിതത്തിലേക്ക് വളരുകയില്ല. പ്രാർത്ഥനയിൽ ഓരോ നിമിഷവും മുന്നേറുമ്പോൾ മാത്രമാണ് അത് അതര വ്യായാമമായി ഉള്ള പ്രാർത്ഥനയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഹൃദയം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയം ഒരുമിച്ച് ഒന്നായിത്തീരുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്വരത്തിൻ്റെ ശക്തിയും നമ്മൾ ഓരോരുത്തരിലേക്ക് വരാനായി സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിലേക്ക് കടക്കാനായിട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പ്രാർത്ഥന ഒരാഗ്രഹവും ഒരു ശീലവുമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കാനും തപ്പിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ബലം പ്രാപിക്കുകയും അങ്ങനെ സ്വയം നമ്മളെ ദൈവത്തിന് മുന്നിൽ വിട്ട് അടയേറെ പറയുകയും വേണം. ആത്മീയ ജാലങ്ങളിലേക്ക് കിടക്കാനായിട്ട് അമ്മ തെരേസയെ നമ്മെ ഓരോരുത്തരും സഹായിക്കും. ദൈവം നൽകിയ ഇന്ദ്രിയങ്ങൾ, ഭാവന, ചിന്ത, ദൈവം നൽകിയ കാര്യങ്ങളിൽ ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ കടന്നു വന്ന് അവരെ നിരീക്ഷിച്ച് അതിൻ്റെ ആലയങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഒത്തിരി പ്രാർത്ഥനകൾ, വാചക പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നുകൊണ്ട് മാത്രമായില്ല. ദൈവമായി നേരിട്ട് സംഭാഷണം നടത്തുകയും ദൈവമായിട്ട് ബോധപൂർവം സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് പ്രാർത്ഥന. ദൈവത്തെ ഓർക്കാതെ നമ്മൾ വൃഥാതര വ്യായാമം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് ദൈവം ആവശ്യപ്പെട്ടത്. നമ്മൾ പ്രാർത്ഥനയിൽ പല വിചാരങ്ങൾ കടന്നു വരികയും പ്രാർത്ഥനയിലുള്ള ഒത്തിരി ആഗ്രഹിക്കുകയും എന്നാൽ ചില വ്യക്തികൾ സ്വയം അതിൽ നിന്ന് കടന്നു വരാനായിട്ട് സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 19 കഷ്ടപ്പെട്ടിരിക്കുകയും കഷ്ടത നമുക്ക് ഉപകാരമായി തരുന്നു. നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിലിടുന്ന പല ഇടപെടലുകളും നമ്മളെ സഹനങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. കഷ്ടത എനിക്ക് ഉപകാരമായിട്ട് അതുവഴി അംഗീചട്ടങ്ങൾ പഠിക്കാനായിട്ട് അദൃശ്യമായി നമ്മളത് കണ്ടു മുട്ടാനായിട്ട് ദൈവം വിട്ട് നൽകിയ ദൈവത്തിന് ഇടപെടലാണ്. ദൈവം നമ്മൾ ഓരോരുത്തരും ഇടപെടുന്നത് വല്ല വചന പ്രസംഗം വഴിയോ ദൈവത്തിൻ്റെ ദൈവം നൽകിയ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ദൈവത്തിലേക്ക് കയറി വരാനുള്ള മാർഗങ്ങളാണ് തിരിച്ചറിഞ്ഞത് പ്രാവർത്തിയോ പ്രയോജനകരമാക്കി തീർക്കാൻ നമുക്ക് ഒരുക്കുമ്പോൾ ശ്രമിക്കാം.
നമ്മൾ ഓരോരുത്തരും ജോലി ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജോലിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന എപ്പോഴും തൊഴിലിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും, ശരിയായി അറിയുന്നതിന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവ ഇടപെടലുണ്ടായി. ദൈവത്തിൻ്റെ മായ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം നമ്മെ തന്നെ സ്വയമായി വെളിപ്പെടുത്തുന്നത്. ലോകകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി ഇനിയെങ്കിലും നമുക്ക് നിർത്താം. ദൈവമായി ഉന്നതമായ ആഗ്രഹം കൊണ്ട് നിറയുക. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക. പാപം വഴി നമ്മുടെ ആത്മാവിന് നഷ്ടം വരുന്നു. പല പാപങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായി തീരുകയും ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ ഒന്നായി തീരാനായിട്ട് മറ്റുള്ളവർ ഒത്തിരി പാപജീവിതത്തിലും മുഴുകി ജീവിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മീയമായ ഒരു വിഷമം, പ്രയാസം അവരെ നേടിയെടുക്കാൻ വേണ്ടി നമുക്കുണ്ടാവുന്നു എന്ന് നമ്മൾ പരിശ്രമിച്ച് നോക്കുന്നത് അത്യാവശ്യമാണ്. മാരഭാവത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് സ്വല്പത്തിലൊന്നും സമ്പാദിക്കാനായിട്ട് കഴിയാത്ത വ്യക്തിയായി തീരും. ആത്മപരിത്യാഗവും താഴ്ന്ന സ്ഥലത്താണ് നീരവിടുക എന്ന ബോധ്യത്തിൽ താഴ്മയുള്ളവരായിട്ട് ആത്മപരിത്യാഗം ചെയ്തുകൊണ്ട് സ്വയം സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹവും പരസ്നേഹവും നമ്മളിൽ നിന്നും ഒരേപോലെ ഒഴുകാനുള്ള രണ്ട് മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ഏത് പാപത്തിൻ്റെ കുരുത്തിൽപ്പെട്ട വ്യക്തികൾക്കും ദൈവം നൽകിയ ആ ഒരു മൗനീശ്വരൻ നൽകിയിട്ടുള്ള ആ പ്രകാശം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് ഇതിനൊന്നും സാധിക്കില്ലെന്ന് നമ്മൾ സമയം ബോധ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ വാക്കുകളും പ്രവർത്തികളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ വ്യക്തികളായി തീരുമെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ ആത്മാവ് എത്ര പാപത്തിൽ വീണ വ്യക്തിയാണെങ്കിലും ആ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ആഴമായ ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പാപങ്ങൾ ലഘുപാപം ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. യോഹന്നാൻ 15 ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ ശാഖകളുമാണ്. മുന്തിരിച്ചെടിയിലെ ശാഖ താഴ്ചെന്നു ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ ഫലമുണ്ടാവുകയുള്ളൂ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ വെള്ളം ചേർന്നമായ ഒത്തിരി പാപങ്ങളുണ്ട്. മോശ മുകളിൽ കയറിയിട്ട് ദൈവവുമായി സംഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ മോശയുടെ മുഖം ഒരു മാലാഖയുടെ മുഖം പോലെ ശോഭയുള്ളതായിട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
നമ്മൾ ഓരോരുത്തരുടെ ആത്മാവും നിത്യതയിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മൾ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? എളിമയും ആത്മാവബോധവും പാപങ്ങളെല്ലാം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസിൻ്റെ സകല കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചുകൊണ്ട് ഏറ്റവും വലിയ തിന്മ മാരകമായ പാപമാണെന്നും ആ പാപത്തിലിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മരിച്ചു പോയാൽ നിത്യനരകാഗ്നിയിൽ ഏർപ്പെടുന്ന അവസ്ഥയിൽ അനുനിമിഷം അനുദപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഈശോ പ്രാർത്ഥിക്കാം. എളിമയും ആത്മബോധവും നൽകിക്കൊണ്ട് ഈശോയുടെ ശബ്ദങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് നമുക്ക് ഓരോരുത്തരും കൃപ പ്രാർത്ഥിക്കാം. നമുക്ക് എന്തെങ്കിലും സൽപ്രവൃത്തികളോ ഒത്തിരി കാര്യങ്ങൾ എന്തെങ്കിലും ദൈവമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശോ തന്നെയാണ്, ഈശോയുടെ കാരുണ്യമാണ് നമ്മൾ ഓരോരുത്തരിലേക്കും ഒഴുകുന്നത് എന്നുള്ള ബോധത്തിൽ, ദൈവമാണെന്നെല്ലാം തന്നത് എന്നുള്ള ബോധത്തിൽ മുന്നേറാനായിട്ട് എളിമയുള്ള മനോഭാവത്തിൽ ആത്മാവബോധവും നാം ശൂന്യനാണെന്നും നമുക്ക് സ്വന്തമായി ഒന്നുമില്ലെന്നും എല്ലാം ദൈവം തന്ന ദാനമാണെന്നുള്ള ചിന്തയിലും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ പരിശുദ്ധി ഒന്നുമല്ലെന്നും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈവത്തിന് പൂർണ്ണമായി നമ്മുടെ പാപത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം അതെല്ലാം ഏറ്റുവാങ്ങി തിരിച്ചാസ്വദിച്ച് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും ഫലങ്ങളും മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിക്കാനായിട്ട് നൽകുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ആത്മപരിത്യാഗവും എളിമയും ഉപവാസവും തപസ്സരികളും പ്രായശ്ചിത്തവും നോമ്പ് ഇതെല്ലാം നമ്മൾ ഒന്നാം സ്ഥലത്തിൽ ഒത്തിരി അറകളുണ്ട്. അതിലെല്ലാം ഈ ഉപവാസങ്ങളുടെ ഒരു അറയാന്നും തപസ് വേറൊരു അറയാന്നും പരിത്യാഗ പ്രവർത്തികൾ വേറൊരു അറയാന്നും നോമ്പ് പിന്നെ ജപമാല ചൊല്ലുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ ഓരോരോ അറകളിൽ പെട്ട ഒന്നാം സ്ഥാനത്തിലെ ഭാഗങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നാം ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ബോധമെന്ന ആത്മാബോധമുണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. മിസ്റ്റിക്കുകളായ അനുഭവങ്ങൾ എല്ലാം അമ്മദ്രേസയ്ക്ക് ലഭിച്ചു. അമ്മദ്രേസ ഇനി ഞാനതിന് യോഗ്യതയുള്ള വ്യക്തിയല്ലെന്നും ദൈവത്തിൻ്റെ കാര്യമാണെന്നും ഈ ദൈവാനുഭവങ്ങളെല്ലാം അടിസ്ഥാനമെന്ന് അമ്മദ്രേസ നമ്മെ ഓർപ്പെടുത്തുന്നു. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട് നമ്മൾ ദൈവത്തിന് മുന്നിൽ പൂർണ്ണമായി കരഞ്ഞപേക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആന്തരിക നിയന്ത്രണവും ആത്മപരിത്യാഗവും എല്ലാം നമുക്ക് ഈശോയിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം.
ദൈവം ഓരോ നിമിഷം നമ്മളൊന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്ക് മറ്റുള്ളവരുടെ പെരുമാറാനും അനുസരിക്കാനും സാധിക്കണം. സ്വയം പരിത്യാഗം ചെയ്ത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുവാൻ സ്വയം പരിത്യജിച്ചിട്ട് കുരിശും എടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെയാണ് ദൈവം പറഞ്ഞത്. സ്വയം ഈശോയുടെ മാതൃക സ്ഥാനത്തിൻ്റെയും കുരിശിൻ്റെയും വഴിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈശോ കുരിശ് ഈശോയുടെ സ്വയം പരിത്യജിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോഴും സാധിച്ചിട്ടില്ലെന്ന് നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ആത്മീയ സ്ഥാനങ്ങളിൽ 7 തലങ്ങളിലേക്ക് എത്തി ദൈവത്തിന് ഇരിക്കുന്ന ഏറ്റവും അവസാനത്തെ തലമായ 7ാം സ്ഥാനത്തിലെത്തിക്കൊണ്ട് ദൈവവുമായി ഐക്യത്തിൽ ആയിരിക്കാനും അങ്ങനെ പ്രാർത്ഥനയിൽ പോരാളികളായി തീരുവാനും പ്രാർത്ഥനയും പ്രേക്ഷകർത്തനും ഒരുമിച്ച് മുന്നേറുവാനും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞും സന്ദേശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എളിമയും ആത്മബോധവും പിന്നെ ദൈവമാരെന്നുള്ള ബോധ്യത്തിൽ അനുനിമിഷം വളർന്നു വരാനായിട്ട് മദ്രസ മാതൃസ് നമുക്ക് അപേക്ഷിക്കാം. ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും ആത്മബോധമുള്ള വ്യക്തികളായിട്ട് ഈശോയെ സ്നേഹിക്കുന്നവരും ഈശോയുമായി ഐക്യത്തിലുള്ള വ്യക്തികളായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. മദ്രസ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. നിങ്ങളുടേതല്ലാതെ ക്രിസ്തുവിന് ഇന്ന് ലോകത്തിൽ ശരീരമില്ല. നിങ്ങളതെ അല്ലാതെ ദൈവത്തിന് കൈകളില്ല. ഭൂമിയിൽ കാലുകളുമില്ല. ലോകത്തെ നോക്കുന്നത് അനുഗമയോടെ നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ കണ്ണുകൾ വഴിയാണ് ഈശോ നോക്കുന്നത്. ദൈവം ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ കാലുകൾ നോക്കിയാണ് അതിലൂടെയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതും നമ്മുടെ ഓരോ വ്യക്തികളിലൂടെയും വന്നെന്ന് ബോധ്യം നിങ്ങൾക്ക്. നമ്മൾ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും ഒന്ന് വസിച്ചുകൊണ്ട് നമ്മെ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എന്ന ബോധത്തിൽ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം ഓരോരുത്തരെയും സംബന്ധമായി അനുഗ്രഹിക്കട്ടെ. മദ്രസ മാതൃക പ്രാർത്ഥനയിലും എളിമയിലും പരിശുദ്ധ പ്രവർത്തനങ്ങളിലും സ്വയബോധത്തിലും ആത്മപരിത്യാഗത്തിലും പിന്നെ താഴ്മയിലും വിനയമുള്ള വ്യക്തികളായിട്ട് താഴ്ന്ന സ്ഥലത്ത് മാത്രമേ നീരുള്ള ബോധത്തിൽ താഴ്ന്ന വ്യക്തികളായിട്ട് മനുഷ്യരുടെയും ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒക്കെ എല്ലാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്ന ബോധത്തിൽ അവരതെല്ലാം പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി ആമേൻ എന്ന കർത്താവിൻ ദാസി വാക്ക് നിറവേറ്റുന്ന പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ആത്മീയ ജീവിതമായി ഈ ലോകത്തിലെ ജടികമായ കാര്യങ്ങളും എല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ലോകമോഹങ്ങളോടും എല്ലാം പൂർണ്ണമായി പരിത്യജിച്ചുകൊണ്ട് ആത്മീയമായ ജീവിതത്തിലേക്ക് സ്വയം ദൈവത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഈശോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് നിയന്ത്രിച്ച് നമ്മെ വഴി നടത്തുകയും ചെയ്യുമെന്നുള്ള ബോധത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തുനിന്ന് കാര്യം നമുക്കെതിരെ നിൽക്കും. ദൈവമാണ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെ നോക്കിക്കൊള്ളുകയും താങ്ങുകയും ചെയ്യുമെന്നുള്ള ബോധത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുനിമിഷം മുന്നേറാനും പ്രാർത്ഥനയിൽ പോരാളികളായി തീരാനായിട്ടും അങ്ങനെ സ്വർഗത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാനായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും ദൈവിക ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയനം എന്നുള്ള ദൈവത്തിൻ്റെ പുണ്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന ദൈവിക പുണ്യങ്ങൾ എല്ലാം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഈശോയുടെ സജീവ സാക്ഷികളായി തീരാനായിട്ട് അമ്മ ത്രേസ്യയുടെ മാറി സംരക്ഷിച്ചുകൊണ്ട് നാമത്തിൽ ആമേൻ.